ഡോക്ടർ ബി.ആർ. അംബേദ്കറെ വായിച്ചതിന് ശേഷം സംസ്കൃത ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പാരമ്പര്യം, പ്രത്യേകിച്ച് എൻ്റെ വിശ്വാസ പാരമ്പര്യം, ആ അണിഞ്ഞിരുന്ന വിശ്വാസത്തിൻ്റെ എല്ലാ ആടയാഭരണങ്ങളും അഴിഞ്ഞു വീഴും. ഏറ്റവും വലിയ ക്ഷേത്രധ്വംസനം നടത്തിയത് മുഗൾ ഭരണകാലഘട്ടത്തിലോ മുസ്ലിം സുൽത്താൻമാരോ ആയിരുന്നില്ല. ഹർഷവർദ്ധനൻ എന്ന ഭരണാധികാരിയാണ് ക്ഷേത്രങ്ങൾക്കുമേൽ ഏറ്റവും അക്രമാത്മകമായ വിധ്വംസ പ്രവൃത്തി നടത്തിയത് എന്ന് റൊമില താപ്പർ വിശദീകരിക്കുന്നുണ്ട്. മനുവിൻ്റെ ധർമ്മശാസനമനുസരിച്ചാണ് ഞാൻ ബാലിയെ വധിക്കുന്നത് എന്ന് രാമൻ പറയുന്നു. ഗുഹൻ ധാരാളം ഫലമൂലാദികളുമായി രാമൻ്റെ സന്നിധിയിലേക്ക് എത്തി. വനവാസത്തിൻ്റെ സന്ദർഭത്തിൽ രാമനെ സ്വീകരിക്കാൻ രാമൻ ഗുഹനിൽ നിന്ന്, ആദിവാസിയായ ഗുഹനിൽ നിന്ന് യാതൊരു അന്നപാനീയങ്ങളും സ്വീകരിച്ചില്ല. എന്താണ് കാരണം? തൻ്റെ ക്ഷത്രിയ വ്രതമനുസരിച്ച്, ക്ഷത്രിയ ധർമ്മമനുസരിച്ച് ഒരു ഐത്തജാതിക്കാരനാക്കപ്പെട്ട ഒരാളിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ പാടില്ല എന്ന യുക്തിയുള്ളത് കൊണ്ട് ഗാന്ധിയുടെ രാമനിൽ നിന്ന് വാൽമീകിയുടെ രാമനോ മറ്റ് ജനഹൃദയങ്ങളിലുള്ള വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ രാമനിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ല. തന്നെ നമ്മളിതിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി ഗാന്ധി സ്വാതന്ത്ര്യസമര നായകനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഒരു മഹാ തേജസ്സായിട്ട് വർത്തിക്കുമ്പോഴും അദ്ദേഹം അടിസ്ഥാനപരമായി വർണ്ണാശ്രമ വിശ്വാസിയായിരുന്നു. അപ്പോൾ തിരുപ്പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂന്തൽ എന്നൊരു ഭൂതം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൂന്തൽ എന്ന് പറയുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ കൂന്തലിനെ ആരാക്കി മാറ്റി? പിന്നീട് ശാസ്താവാക്കി മാറ്റുക ചെയ്തത്. ഇങ്ങനെ ധാരാളം ദേവതാഭേദങ്ങളെ തദ്ദേശീയ ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ധാരാളം ദേവതാ രൂപങ്ങൾ പിൽക്കാലത്ത് ബ്രാഹ്മണ മതത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങളായിട്ട് മാറി. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ചെറുപ്പകാലമായിട്ടാണ് എൻ്റെ ചെറുപ്പകാലത്തെ ഞാനിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നത്. ധാരാളം കഥകൾ അറിയാവുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മുമ്മ, ഞങ്ങൾ അച്ചമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഈ അവധിക്കാലത്ത് മാത്രമല്ല, രാവിലെ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 7 മണിക്ക് അമ്മമ്മയുടെ അടുത്തെത്തും. ഒരു 8:30 വരെ, 9 മണിയോടുകൂടിയേ സ്കൂളിലെത്തും. കാരണം തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 7 മണി മുതൽ അമ്മമ്മ കഥകൾ പറഞ്ഞു ഞാൻ തുടങ്ങും. അത് വിഷ്ണുവിൻ്റെ കഥകൾ പറയും, കൃഷ്ണൻ്റെ കഥകൾ പറയും, മുഹമ്മദ് നബിയുടെ കഥകൾ പറയും, ക്രിസ്തുവിൻ്റെ കഥകൾ പറയും, ആയിഷ ബീവിയുടെ കഥകൾ പറയും, തൊട്ടടുത്തുള്ള കരുനാഗപ്പള്ളിയിലെ ദർഗയിലെ അത്ഭുത സിദ്ധികളുടെ കഥകൾ പറയും. അതുപോലെ തന്നെ ഭീമാപ്പള്ളിയിലെ കഥകൾ വരെ അമ്മമ്മ പറഞ്ഞതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഒരു പൗരാണിക ലോകത്തിനകത്താണ് എൻ്റെ ഒരു ചെറുപ്പകാലം കടന്നുപോയത്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഒരു ഭക്തിപരമായ ജീവിതം നയിക്കാൻ ഈ കഥകളൊക്കെ തന്നെ പ്രേരകമായി. അക്കാലത്തെ വിശ്വാസം ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ മനസ്സിലാകുന്നത്, കേവലമായി ഇന്ന് ഹിന്ദു മതമെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വ്യവഹരിക്കുന്ന ഒരു മതത്തിൻ്റെ വിശ്വാസ പാരമ്പര്യത്തിനകത്തല്ല ഞങ്ങളാരും ജീവിച്ചിരുന്നത് തന്നെ. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അമ്മ മിക്കവാറും ഓടുന്നത് അല്ലെങ്കിൽ പോകുന്നത് തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിലെ മുസ്ലിയാരെ കാണാനാണ് പോകുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഓതിത്തരും, കുരുമുളകോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ഓതിത്തരും. അത് വാങ്ങിക്കാനായിട്ടാണ് അമ്മ മിക്കവാറും പോകും. അപ്പോൾ എല്ലാ മതങ്ങളോടും പലതരം വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ അകത്താണ് എൻ്റെ ചെറുപ്പകാലം കടന്നുകൂടുന്നത്. പക്ഷേ ഈ ഭക്തി പാരമ്പര്യം കൂടുതൽ വർദ്ധിക്കുന്നതനുസരിച്ച് എൻ്റെ ഒരു അമ്മാവനുണ്ട്. അദ്ദേഹം ജ്യോതിഷമൊക്കെ നന്നായിട്ട് പഠിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ ഭക്തിപരമായ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് അമ്മാവൻ പറഞ്ഞു, ഇവരെ നമുക്ക് പുരാണങ്ങളൊക്കെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ വേദം പഠിപ്പിക്കണം, തന്ത്രം പഠിപ്പിക്കണം, ജ്യോതിഷം പഠിപ്പിക്കണം എന്നൊക്കെ എൻ്റെ അമ്മാവൻ അമ്മയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്കും വളരെ സ്വാഗതമായിരുന്നു. തൻ്റെ മകൻ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ പുരാണങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നാട്ടിലുള്ള ഒരു മണികണ്ഠൻ പിള്ള ഭാഗവതരുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലണം. വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും. ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ആ വീട്ടിൽ തന്നെ. രാവിലെ മുതൽ തന്നെ ഈ പുരാണങ്ങൾ വായിക്കുക, പഠിക്കുക, അതിൻ്റെ അർത്ഥഗ്രഹണം, അർത്ഥം ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ കേൾപ്പിക്കണം, നന്നായിട്ട് പുരാണങ്ങൾ പാരായണം ചെയ്യണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ജ്യോതിഷം പഠിക്കുന്നത് ഈ അകന്ന ഈ അമ്മാവൻ തന്നെയാണ് ജ്യോതിഷം ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചത്. ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അഷ്ടമംഗല ദേവപ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സൂക്ഷ്മമായ ആലോചനകൾ അദ്ദേഹം പങ്കുവച്ചു. പിന്നീട് മറ്റൊരു ജ്യോതിഷ പണ്ഡിതൻ്റെ കീഴിൽ ജ്യോതിഷ ഉപരിപഠനം നടത്തുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. ഇതുകൂടാതെ ഹരിപ്പാട് തന്നെ അടുത്തുള്ള വിത്തമ്പിൽ മഠം കുമാരൻ നമ്പൂതിരിയുടെ കീഴിലാണ് തന്ത്രം പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ താന്ത്രിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, പൂജാതി കർമ്മങ്ങൾ പഠിക്കുന്നു, അനുഷ്ഠാനങ്ങൾ പഠിക്കുന്നു, പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു, കൊടിയേറ്റുൾപ്പെടെയുള്ള അങ്ങനെ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പിത്തമ്പൽ മഠം കുമാരൻ നമ്പൂതിരിയുടെ കീഴിൽ പഠിക്കുന്നു. അതേ സമയത്ത് തന്നെ സംസ്കൃതം പഠിക്കുന്നു, വാസ്തു സംബന്ധിയായ കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു ഡിഗ്രി കാലഘട്ടം വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഈ ഒരു സംസ്കൃത പഠനം ആയിട്ടും അതുപോലെ തന്ത്രം, വേദം ഇതൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്. അതിങ്ങനെ വളരെ ശക്തമായിട്ട് നീങ്ങുന്ന സമയത്ത് ഒരിക്കൽ ശിവഗിരിയിലൊരു സന്യാസി എൻ്റെ നാട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഭക്തിപൂർവ്വമുള്ള പെരുമാറ്റമൊക്കെ കണ്ടത് കൊണ്ട് അദ്ദേഹം തൊട്ട് എൻ്റെ വീടിന് മുൻവശത്തൊരു ഗുരുമന്ദിരമാണ്, നാരായണ ഗുരുവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ പൊതുവേ നാട്ടിൽ വളരെ ഭക്തിപൂർവ്വം ജീവിക്കുന്ന, വളരെ ജീവിതത്തിൽ വളരെ സാത്വികമായ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. സാത്വികം കോട്ടാൻകോട്ട ഇന്നത്തെ നിലയ്ക്ക് ഞാനത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഭക്തിപൂർവ്വം ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഈ ഗുരുമന്ദിരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടുത്തെ ഈഴവ സമുദായം SNDP എന്നെ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ വളരെ ദീർഘകാലം ഈ ഗുരുമന്ദിരത്തിലെ സേവന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ഞായറാഴ്ച പോലും അവിടെ വരുന്ന കുട്ടികളെ ഗുരുവിൻ്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നു, ഗുരുവിൻ്റെ കൃതികളൊക്കെ പഠിപ്പിക്കുന്നു. സത്യത്തിൽ പിന്നീട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങൾ ഇപ്പോൾ കൂടുതൽ വളരെ വിമർശനാത്മകമായി സമൂഹത്തോട് പറയാൻ കഴിയുന്നത് ഗുരുവിൻ്റെ ആശയങ്ങളുടെ ബഹുസ്വരതയും അതുപോലെ തന്നെ അപരപ്രിയത്വം എന്ന് പറയുന്ന ആശയമൊക്കെ ഇന്ന് പറയാൻ കഴിയുന്ന ചെറുപ്പകാലത്ത് ഉള്ള ഈ ഗുരുവിൻ്റെ ആശയങ്ങൾ പഠിച്ചതുകൊണ്ടാണ് ഇന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ ഗുരുവുമായിട്ടുള്ള അടുപ്പം പിന്നീട് ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും സന്യസിക്കാൻ പോകണമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുകയും ശിവഗിരിയിൽ ഒരു സന്യാസിയുടെ കൂടെ ഞാൻ ശിവഗിരിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് സംസ്കൃതം ഔദ്യോഗികമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി, പക്ഷേ സന്യാസം തുടർന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞുകൂടി എന്നതിൽ കവിഞ്ഞ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് നീ വളരെ നന്നായി ആഴത്തിൽ പോയി സംസ്കൃതം പഠിക്കുക. അങ്ങനെയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത പഠനത്തിനായിട്ട് ചേരുന്ന. ആദ്യ കാലഘട്ടത്തിൽ BA വേദാന്തമായിരുന്നു, സംസ്കൃതം BA വേദാന്തം. പിന്നീട് ഞാൻ സംസ്കൃത സാഹിത്യ പഠനത്തിലേക്ക് മാറുന്നു. കാലടിയിൽ തന്നെ ഈ സംസ്കൃത പഠനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ആളുകളെ വായിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതുവരെ നമ്മൾ പഠിച്ചിരുന്നത് ഈ ഗ്രന്ഥങ്ങളും അതിലെ സോഴ്സുകളും പാരമ്പര്യ പ്രമാണങ്ങളും മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിനെ എങ്ങനെ ക്രിറ്റിക്കലായി സമീപിക്കണമെന്നോ അതിനെ എങ്ങനെ സാമൂഹ്യശാസ്ത്രപരമായി ചരിത്രപരമായി സമീപിക്കണമെന്നൊരു ഉൾക്കാഴ്ചയൊന്നുമില്ല. കാരണം ഇത് പഠിക്കുന്നത് മുഴുവൻ കേവലം വിശ്വാസപരമായിട്ട് മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രമാണ്. പക്ഷേ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സാഹിത്യം ആഴത്തിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ പഠനത്തിൻ്റെ ഭാഗമായി, സിലബസിൻ്റെ ഭാഗമായി ധാരാളം പാശ്ചാത്യ പണ്ഡിതന്മാരെ വായിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ BR അംബേദ്കറെ വായിക്കുന്നു, മഹാത്മാ ഫൂലെയെ വായിക്കുന്നു, പെരിയാറെ വായിക്കുന്നു. ഇങ്ങനെ ഒരു വിപുലമായ വായനയുടെ ഒരു ലോകം ഈ എൻ്റെ ഡിഗ്രി PG കാലഘട്ടത്തിലേക്ക് ഈ വായന വളരെ വിപുലീകരിക്കപ്പെടുകയാണ്. അപ്പം ഇതൊക്കെ വായിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ഡോക്ടർ BR അംബേദ്കറെ വായിച്ചതിന് ശേഷം സംസ്കൃത ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പാരമ്പര്യം, പ്രത്യേകിച്ച് എൻ്റെ വിശ്വാസ പാരമ്പര്യം, അണിഞ്ഞിരുന്ന വിശ്വാസത്തിൻ്റെ എല്ലാ ആടയാവരണങ്ങളും അഴിഞ്ഞു വീഴുക ചെയ്തു. അപ്പോൾ ഒരു പുതിയ ലോകബോധവും പുതിയൊരു ലോകവീക്ഷണവും അതുവരെ കൊണ്ടു നടന്നിരുന്ന പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ലോകവീക്ഷണം, സാമൂഹ്യനീതിയുടെ, സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു ലോകവീക്ഷണം അപ്പോൾ മുതൽ സംജാതമാകുകയാണ് ചെയ്യുന്നത്. അപ്പം അംബേദ്കറെ വായിക്കുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വലിയ വിച്ഛേദമാണ് ഉണ്ടാകുന്നത്. അംബേദ്കറെ മാത്രമല്ല, നാരായണ ഗുരുവിനെ ചെറുപ്പകാലത്ത് വായിച്ചത് കൂടുതൽ ആഴത്തിൽ വായിച്ചതോടുകൂടിയും അംബേദ്കറെ വായിക്കുന്നു, അതിനോടൊപ്പം ഗുരുവിനെ ചേർത്ത് വെച്ച് വായിക്കുന്നു. ഈ പെരിയാർ, നാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ഈ ഒരു വായനകളെല്ലാം വളരെ വിപുലമായ അർത്ഥത്തിൽ എൻ്റെ വൈജ്ഞാനിക ജീവിതത്തിൽ വലിയൊരു വിച്ഛേദം സൃഷ്ടിച്ച വായനയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ ഒരു പാരമ്പര്യം നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ത്യയുടെ പാരമ്പര്യം വളരെ ബഹുസ്വരമായൊരു പാരമ്പര്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കേവലം സംസ്കൃതത്തിൻ്റെ ഒരു പാരമ്പര്യം മാത്രമൊന്നുമല്ല. ഒരു പേർഷ്യൻ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പാരമ്പര്യം, ഉറുദു ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പാരമ്പര്യം, തമിഴ് ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ പാരമ്പര്യവും, അങ്ങനെ ഇന്ത്യ മുഴുവൻ വളരെ ബഹുസ്വരമായ ഒരു പാരമ്പര്യമുള്ള ഒരു പശ്ചാത്തലമാണ് ഇന്ത്യക്കാകമാനമുള്ളത്. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സംസ്കൃതത്തിൻ്റെ പാരമ്പര്യമാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ള വളരെ ശക്തമായ ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്.
പക്ഷേ നമ്മൾ ബുദ്ധിസവും ജൈനിസവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ സംസ്കൃതത്തിൻ്റെ പൊതുപാരമ്പര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ധാരാളം പാരമ്പര്യങ്ങൾ നമുക്ക് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടും ജൈനിസവുമായി ബന്ധപ്പെട്ടും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തദ്ദേശീയ പാരമ്പര്യ വ്യവഹാരങ്ങൾ, ഇപ്പോൾ പൊതുവെ ആരാധനാ പാരമ്പര്യങ്ങളെ തന്നെ ഒരു ബ്രാഹ്മണികമായ ആരാധനാ വ്യവഹാരമായി പൊതുവെ കാണാനുള്ളൊരു ശ്രമമുണ്ട്. പക്ഷേ നാം തിരിച്ചറിയേണ്ടത് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ തദ്ദേശീയ ആരാധനാ പാരമ്പര്യ വഴക്കങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഇത് സൂചിപ്പിക്കാം. കേരളത്തിലെ തിരുപ്പുലിയൂർ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് തിരുപ്പുലിയൂർ ഗ്രന്ഥവരി കണ്ടെടുക്കുകയുണ്ടായി. അവിടെ ആ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം, അതിന് ശാസ്താവായി നിവേദ്യം എന്നാണ് തിരുപ്പുലിയൂർ ഗ്രന്ഥവരി പറയുന്നത്. അപ്പോൾ തിരുപ്പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂന്തൽ എന്നൊരു ഭൂതം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൂന്തൽ എന്ന് പറയുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ കൂന്തലിനെ ആരാക്കി മാറ്റി? പിന്നീട് ശാസ്താവാക്കി മാറ്റുക ചെയ്തത്. ഇങ്ങനെ ധാരാളം ദേവതാഭേദങ്ങൾ, തദ്ദേശീയ ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ധാരാളം ദേവതാ രൂപങ്ങൾ പിൽക്കാലത്ത് ബ്രാഹ്മണ മതത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങളായിട്ട് മാറി. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണത്തിൽ വിവരിക്കുമ്പോൾ ആ ചരിത്രം വളരെ കൃത്യമായി അനാവൃതമാകുന്നുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിൽ അവിടെ ആദ്യഘട്ടത്തിലൊരു വനമായിരുന്നു. ആ വനത്തിൽ വസിച്ചിരുന്നത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഒരു പന്നിയായിരുന്നു. പന്നിയെ ദൈവമായിട്ട് ആരാധിക്കുന്നവരായിരുന്നു ഈ ചാമ കൃഷി ചെയ്തിരുന്ന ആദിമ നിവാസികൾ. പക്ഷേ കാലക്രമത്തിൽ അവിടെ ഒരു ബ്രാഹ്മണൻ വരുന്നു. ഈ പന്നി വരാഹമായി മാറുന്നു. ബ്രാഹ്മണൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുന്നു അവിടെ വിഷ്ണുവിൻ്റെ അമ്പലം പണിയണമെന്ന്. അങ്ങനെ വരാഹമൂർത്തി തിരുപ്പതി ഭഗവാനായി മാറുന്നതിനൊരു വിപുലമായ ചരിത്രം സ്കന്ദപുരാണത്തിൽ കാണുന്നുണ്ട്. മുരുകൻ പിൽക്കാലത്ത് സ്കന്ദനായി മാറുന്നു. ഡി കൊസാംബി തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ ആദ്യം പശുപാലനം നടത്തിക്കൊണ്ടിരുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാ മൂർത്തിയായിരുന്നു വിഠൽ എന്ന് പറയുന്ന മൂർത്തി. പക്ഷേ ഈ വിഠൽ പിന്നീട് ആരായി മാറി? വിഷ്ണുവായി മാറി. അങ്ങനെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാ മൂർത്തികളെ സ്വാംശീകരിച്ചുകൊണ്ടും അപഹരിച്ചുകൊണ്ടുമാണ് ബ്രാഹ്മണ്യം ഒരു മതം വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രാഹ്മണ മതത്തിൽ കാണുന്ന എല്ലാം തന്നെ ബുദ്ധിസത്തിൽ നിന്നും ജൈനിസത്തിൽ നിന്നും തദ്ദേശീയ ആരാധനാ രൂപങ്ങളിൽ നിന്നുമൊക്കെ സ്വാംശീകരിച്ച് രൂപപ്പെടുത്തിയതാണ്. അഥർവവേദം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വേദമുണ്ട്. 4ാമത്തെ വേദം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അഥർവവേദത്തിൽ വിഷചികിത്സയെ പറ്റിയുള്ള പരാമർശമുണ്ട്, ഔഷധ ചികിത്സയെ പറ്റിയുള്ള പരാമർശമുണ്ട്, രോഗം വന്നാൽ ഔഷധങ്ങളുടെ മരുന്ന് ചികിത്സയെ പറ്റിയുള്ള പരാമർശമുണ്ട്. ഇത് അതുവരെയുള്ള ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ കാണാത്തൊരു പാരമ്പര്യം. ഋഗ്വേദത്തിൽ നമ്മളിത് കാണുന്നേയില്ല, ഇത്തരൊരു പാരമ്പര്യം. അത് വളരെ ബലക്കുറവാണ്. ഋഗ്വേദത്തിലും വിഷചികിത്സയെപ്പറ്റിയും മരുന്ന് ചികിത്സയെപ്പറ്റിയുള്ള പാരമ്പര്യം വളരെ കുറവാണ് കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തെ അഥർവേദത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച ഉജാസ്റ്റിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഈ അഥർവേദത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ പഠനം നിർവഹിച്ച സാംസ്കാരിക പഠിതാക്കളും അതുപോലെ RS ശർമ്മ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കൂടിക്കലർന്നതിന് ശേഷമാണ് അഥർവവേദം രചിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ മരുന്ന് ചികിത്സയും മന്ത്രവാദവും തദ്ദേശീയ ദേവതകളും ഒക്കെ തന്നെ ഇതിലേക്ക് കടന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, വാൽമീകി രാമായണം അവസാനിക്കുമ്പോൾ യുദ്ധകാണ്ഡത്തിൽ പറയും ഈ രാമനെ ലക്ഷ്മണനെയും ഒക്കെ പാമ്പ് കടിക്കുന്നുണ്ട്. അതായത് നാഗാസ്ത്രമേറ്റിട്ട് ഇവരെല്ലാം മരിച്ചു വീഴുകയാണ്. അപ്പം ഈ പാമ്പിൻ്റെ ദംശനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗരുഡൻ വരികയാണ്. പക്ഷേ നമ്മൾ രാമായണ സീരിയലിൽ കാണുന്നത് ഈ ഗരുഡൻ ചിറക് വെച്ച് ഇങ്ങനെ പറന്നു വരുന്ന പാമ്പിനെ കൊത്തിയെടുക്കുന്ന രംഗമാണ് രാമായണ സീരിയലിൽ അവതരിപ്പിക്കപ്പെടുക. പക്ഷേ വാൽമീകി രാമായണം പരിശോധനയിൽ അങ്ങനെ ഒരു ചിത്രമല്ല കാണുന്നത്. ഗരുഡൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹം വന്നിട്ട് രാമനും ലക്ഷ്മണനും മരുന്ന് കൊടുത്ത് അവരെ വിഷമുക്തരാക്കുന്ന രംഗം വാൽമീകി രാമായണത്തിൽ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇതെവിടുന്ന് വന്നു? വളരെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ബൃഹദാരണ്യകം, ചാന്തോക്യം മുതലായ ഉപനിഷത്തിലും ശങ്കരാചാര്യരുടെ ഉപനിഷത്തുക്കളുടെ ഭാഷ്യത്തിലും സർപ്പവിദ്യ, ഗാരുഡവിദ്യ എന്നൊക്കെ ഭൂതവിദ്യ എന്നൊക്കെ പരാമർശിക്കുന്നത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളെയാണ്. ഈ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളെ ബ്രാഹ്മണ്യം അപഹരിച്ചിട്ടാണ് പിൽക്കാലത്ത് ഈ വിഷചികിത്സാ ഗ്രന്ഥങ്ങളും തന്ത്രഗ്രന്ഥങ്ങളും ഒക്കെ എഴുതി ഉണ്ടാക്കുന്നത് എന്ന് ചരിത്ര പണ്ഡിതനായ RS ശർമ്മ തന്നെ വിശദീകരിക്കുന്നു. നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് അത് ബോധ്യപ്പെടും. അതുപോലെ വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങൾ, ഈ വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങൾ വാസ്തുവിദ്യയുടെ വിജ്ഞാനം ആരാണ് ഉണ്ടാക്കിയത്? അത് ഇന്ത്യയിലെ ആശാരിമാരും മൂശാരിമാരും കല്ലന്മാരും കൊല്ലന്മാരും പഞ്ചകമ്മാളന്മാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ കൊട്ടാരങ്ങളും കൊത്തളങ്ങളും ഒക്കെ തന്നെ പണിതുയർത്തിയത്. പക്ഷേ
ഇതിൻ്റെ ആധികാരിക ജ്ഞാനവക്താക്കൾ ആരായി മാറി? ബ്രാഹ്മണർ സംസ്കൃതത്തിൽ ഗ്രന്ഥം എഴുതിയതോടുകൂടി അതിൻ്റെ അറിവിൻ്റെ അധികാരികളായി ബ്രാഹ്മണ്യം മാറുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എവിടെയും ഒരു പണിയോ ഒരു നിർമ്മാണമോ ബ്രാഹ്മണർ നടത്തിയ ചരിത്രമില്ല. പണി മുഴുവൻ നടത്തിയത്, നിർമ്മാണ പ്രക്രിയകൾ മുഴുവൻ കെട്ടി ഉയർത്തിയത് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളാണ്. പക്ഷേ അതിൻ്റെ അറിവിൻ്റെ കുത്തക ആർക്കായി മാറി? ബ്രാഹ്മണർക്കായി മാറി. ഇങ്ങനെ ബഹുജനങ്ങളുടെ ഇടയിൽ നിലനിന്ന വിജ്ഞാനത്തെ സംസ്കൃത പാരമ്പര്യത്തിലേക്ക് ബ്രാഹ്മണർ മൊഴിമാറ്റുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അറിവ് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ, ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളായിരുന്നു ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രാഹ്മണർ കൃഷിഗീത എഴുതി, കൃഷിഗീത, പരാശരഗീത എഴുതി, മുഹൂർത്ത പദവി എഴുതി. ഇതിനകത്തൊക്കെ കൃഷിയെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ കൃഷി ചെയ്തത്? ഇന്ത്യയിലെ ബ്രാഹ്മണർ കൃഷി ചെയ്തോ? കേരളത്തിലേക്ക് കടന്നു വന്ന ബ്രാഹ്മണർ കൃഷി ചെയ്തോ? അവർ കൃഷി ചെയ്തിട്ടേ ഇല്ല. കൃഷി ചെയ്ത ആരാണ്? കേരളത്തിലെ പുലയരും പറയരും മുതലായ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് കൃഷി ചെയ്തത്. അവർക്കായിരുന്നു ആ വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ കൃഷിഗീത എഴുതിയ ആ പാരമ്പര്യം ആരപഹരിച്ചു? ബ്രാഹ്മണർ അപഹരിച്ചു. അങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണരാണ് കൃഷിരീതി ഇന്ത്യയിലെ ദളിതരെയും കൃഷി ചെയ്ത പുലയരെയും പഠിപ്പിച്ചത് എന്ന് പിൽക്കാലത്ത് ഇന്ത്യയിലെ സവർണ ചരിത്ര ദാതാക്കൾ, സവർണ ചരിത്ര വിധാതാക്കൾ എഴുതിയുണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ബഹുസ്വരമായൊരു പാരമ്പര്യത്തെ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് ഏകാത്മകമാക്കി മാറ്റിയെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വളരെ സുദീർഘകാലം ഇന്ത്യ ഭരിച്ച മുഗൾ കാലത്ത് വളരെയധികം വൈജ്ഞാനികമായ സ്ഫോടനം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ആ വൈജ്ഞാനികമായ തുറവികളെ മുഴുവൻ ഇന്ന് അടച്ചു വച്ചിരിക്കുകയാണ്. സഹസ്രബുദ്ധ എന്ന് പറയുന്ന ചിത്പാവൻ ബ്രാഹ്മണൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റി പറയുന്നത്, അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൊടുത്ത ഇതനുസരിച്ച്, ആ റിപ്പോർട്ട് അനുസരിച്ച് NCERT നടപ്പാക്കിയത് എന്താണ്? മുഗളന്മാരുടെ ചരിത്രം ഒരു കാരണവശാലും പഠിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം പഠിപ്പിക്കണം, മുഗളന്മാർ ഹിന്ദുക്കളോട് പ്രവർത്തിച്ച ക്രൂരതയെ ഹൈലൈറ്റ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അപ്പം ഗണേശ ജയന്തിയെപ്പറ്റി പറയുമ്പോൾ ആ പാഠപുസ്തകത്തിൽ പറയുന്നത്, ഗണേശ ജയന്തിക്ക് നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകും. ഈദുൽ ഫിത്തറിനെ പറ്റി പറയുമ്പോൾ അവരെല്ലാവരും പള്ളിയിലേക്ക് പോകും. ഇങ്ങനെ നമ്മളും അവരുമായി ചരിത്രം ഇതിനെ വിഭജിക്കുകയാണ്. ഏത് ചരിത്രം? ഈ ബ്രാഹ്മണ്യം കെട്ടിയുണ്ടാക്കിയ ചരിത്രം. ഗോഡ്സെയെ പറ്റി പറയുന്നതാണ്, ഗാന്ധിയെ വധിച്ച ആളാണ് ഗോഡ്സെ എന്ന് പറയുന്നു. പക്ഷേ പാഠപുസ്തകത്തിൽ മുമ്പുണ്ടായിരുന്ന എന്താണ്? ഗാന്ധിയെ വധിച്ച ഗോഡ്സെ ഒരു ചിത്പാവൻ ബ്രാഹ്മണനാണ് എന്നുള്ളതാണ് നേരത്തെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ചിത്പാവൻ ബ്രാഹ്മണൻ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചരിത്രമാകമാനം ഡിലീറ്റ് ചെയ്യപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന, തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, മുഗൾ കാലഘട്ടത്തിൽ ധാരാളം വൈജ്ഞാനികമായ പിറവി നടക്കുന്നു. ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ വിവർത്തനങ്ങളുണ്ടാകുന്നു. ദാരാ ഷിക്കോ സാഗര സംഗമം എന്നർത്ഥമുള്ള ഒരു ഗ്രന്ഥം തന്നെ രചിക്കുന്നു. എന്താണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്? ഹിന്ദു മുസ്ലിം മതമൈത്രിയെപ്പറ്റിയാണ് ദാരാ ഷിക്കോ ഗ്രന്ഥം എഴുതിയത്. അക്ബർ ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു മതം തന്നെ ഉണ്ടാക്കി, എല്ലാ മതങ്ങളുടെയും സാരസർവസ്വമായൊരു മതം. എന്നിട്ട് മുഗൾ കാലഘട്ടത്തെ ആക്ഷേപിക്കുന്ന എന്താണ്? മുസ്ലിങ്ങളുടെ ഒരു ഭരണകാലഘട്ടമായിട്ട് മാത്രം അതിനെ വിവരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അക്കാലഘട്ടത്തിലും ഇന്ത്യയിലെ സവർണർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളതെന്നാണ് ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ആളുകളുടെ പഠനം സൂചിപ്പിക്കുന്നത്. അക്ബറിൻ്റെ കാലത്ത് ധാരാളം വെള്ളിയും സ്വർണവും ദാനമായി കൈപ്പറ്റിയതിൽ ബ്രാഹ്മണർ ധാരാളം ഉണ്ടായിരുന്നു. ധാരാളം ബ്രാഹ്മണർ അത് കൈപ്പറ്റി, ധാരാളം ആളുകൾക്ക് ഭൂസ്വത്ത് കിട്ടി. തന്നെയല്ല, തൈലങ്ക ബ്രാഹ്മണനായ ജഗന്നാഥ പണ്ഡിതർ, അദ്ദേഹം ഷാജഹാൻ്റെ സദസ്യനായിരുന്നു. അദ്ദേഹം ജഗദാഭരണം മുതലായ കൃതികളിൽ ഷാജഹാനെപ്പറ്റി വളരെ അതിമനോഹരമായി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെപ്പറ്റി തൈലങ്ക ബ്രാഹ്മണനായ പണ്ഡിതരാജ ജഗന്നാഥൻ വർണ്ണിച്ചിരിക്കുന്നു. പണ്ഡിതരാജ ജഗന്നാഥൻ 17-ാം നൂറ്റാണ്ടിലെ 17-18 നൂറ്റാണ്ടുകളിലെ ആധികാരികമായ ഗ്രന്ഥം രചിച്ച, സംസ്കൃത സൈദ്ധാന്തിക ഗ്രന്ഥം രചിച്ച ഒരാളാണ്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് രസഗംഗാധരം എന്നുള്ളതാണ്. ആ രസഗംഗാധരത്തിൻ്റെ ആമുഖത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഷാജഹാൻ്റെ ഭരണത്തെ സ്തുതിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സദ്ഭരണത്തെ സ്തുതിച്ചുകൊണ്ടാണ് തൈലങ്ക ബ്രാഹ്മണനായ പണ്ഡിതരാജ ജഗന്നാഥൻ കൃതി ആരംഭിക്കുന്നത് തന്നെ. ഇങ്ങനെ ബ്രാഹ്മണരാൽ തന്നെ സ്തുതിക്കപ്പെട്ട, സംസ്കൃത പണ്ഡിതരാൽ തന്നെ സ്തുതിക്കപ്പെട്ട ഏറ്റവും മികച്ച ഒരു കാലഘട്ടമെന്ന് സംസ്കൃത പണ്ഡിതന്മാർ തന്നെ വിലയിരുത്തിയ ഒരു കാലഘട്ടത്തെയാണ് ഇപ്പോൾ ഇരുളാണ്ട കാലഘട്ടമെന്ന് ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഗൾ കാലഘട്ടം മുഴുവൻ ഇരുളിലാണ്ടുപോയ കാലഘട്ടമെന്ന, ധാരാളം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുണ്ടായിരുന്ന, മതസമന്വയമുണ്ടായിരുന്ന ഒരു കാലഘട്ടം.
ദിന്നിലാഹി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. എങ്ങനെയാണ് ഈ പള്ളിക്കകത്ത് അല്ലെങ്കിൽ ഈ കുത്തമ്പീനാനുള്ളിൽ സ്വസ്തികവും താമരയൊക്കെ വന്നത്? അത് ഹിന്ദുക്കളുടെ ആരാധനാലയമായിരുന്നത് കൊണ്ടല്ല, ഈ പകരം ഈ സമന്വയത്തിൻ്റെ ഒരു പ്രതീകമായത് ഉയർന്നു വന്നു എന്നതുകൊണ്ടാണ്. സമന്വയത്തിൻ്റെ ഒരു പ്രതീകമായത് ഉയർന്നു വന്നു. താജ്മഹലിനെ പറ്റിയുള്ളൊരു അമ്മുമ്മ കഥയുണ്ട്. ഈ താജ്മഹൽ പണിഞ്ഞതിന് ശേഷം രാജാവ് ഷാജഹാൻ അത് പണിത ആളുകളുടെ മുഴുവൻ കയ്യും വെട്ടിക്കളഞ്ഞെന്ന്. ഇപ്പോഴും ഇന്ത്യക്കാർ മുഴുവൻ വിശ്വസിക്കുന്ന അതാ. പക്ഷേ പിന്നീട് നമുക്ക് ലഭിച്ച രേഖകളിൽ എന്താണ് കാണുന്നത്? ഈ താജ്മഹൽ പണി കഴിപ്പിക്കാൻ വന്ന ആളുകളെ അവിടെ ഡൽഹിയിൽ പാർപ്പിക്കുകയും അവരുടെ പിൻതലമുറക്കാർ ധാരാളം നിർമ്മാണ പ്രക്രിയകൾ നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ചരിത്ര രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മുടെ സമൂഹം ബഹുസ്വരമായിരുന്നൊരു കാലഘട്ടമാണ് മുഗൾ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തെയാണ് ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത്. ചുരുക്കാം, ബഹുസ്വരമായൊരു കാലഘട്ടത്തെ ഏകാത്മകമായൊരു ഹിന്ദുത്വ ഭാവനയിലേക്ക് ചുരുക്കുന്നതായിട്ടാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്കൃത പാരമ്പര്യത്തിൻ്റെ, പ്രത്യേകിച്ച് ധർമ്മശാസ്ത്ര വ്യാഖ്യാതാക്കളുടെയും ധർമ്മശാസ്ത്ര നിർമ്മാതാക്കളുടെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വന്ന കാംബോജരെ ആകട്ടെ പാർത്ഥിവന്മാരെ ആകട്ടെ ഒക്കെ തന്നെ അവർ ആദ്യഘട്ടത്തിൽ ചെയ്തത് അതിനെ ക്ഷത്രിയവൽക്കരിക്കുക എന്നുള്ളതാണ്. ഈ ഇന്ത്യയിൽ ചാതുർവർണ്ണയമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഏതെങ്കിലും കോളത്തിലൊന്ന് പെടുത്തണം. അപ്പോൾ എന്ത് ചെയ്തു? ഈ പാർത്ഥിവന്മാരെയും കമ്പോജന്മാരെയൊക്കെ ആദ്യഘട്ടത്തിൽ ശൂദ്രന്മാരായിട്ടാണ് ഗണിച്ചിരുന്നതെങ്കിലും പിൽക്കാലത്ത് ബ്രാഹ്മണ്യം ഇവർ അധികാരമേറ്റെടുത്ത് രാജാധികാരം നയിക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ ഇവരെയൊക്കെ ക്ഷത്രിയന്മാരായിട്ട് മാറ്റിയെടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഈ മുഗളന്മാരെയും തീർച്ചയായിട്ടും ബ്രാഹ്മണ്യം ക്ഷത്രിയന്മാരായിട്ടാണ് കണ്ടിരുന്നത്. ക്ഷത്രിയ ഭരണമായിട്ട് അവരതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി ക്ഷേത്രധ്വംസനത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ, ഏറ്റവും വലിയ ക്ഷേത്രധ്വംസനം നടത്തിയത് മുഗൾ ഭരണ കാലഘട്ടത്തിലോ മുസ്ലിം സുൽത്താൻമാരോ ആയിരുന്നില്ല. ഹർഷവർദ്ധനൻ എന്ന ഭരണാധികാരിയാണ് ക്ഷേത്രങ്ങൾക്കുമേൽ ഏറ്റവും അക്രമാത്മകമായ വിധ്വംസ പ്രവൃത്തി നടത്തിയത് എന്ന് റൊമില താപ്പർ വിശദീകരിക്കുന്നുണ്ട്. തന്നെയല്ല, ഈ രാജതരംഗിണി, കൽഹണൻ്റെ രാജതരംഗിണി എന്ന് പറയുന്ന ടെസ്റ്റുണ്ട് 12-ാം നൂറ്റാണ്ടിൽ. ആ ടെസ്റ്റിൽ പറയുന്നത് ഈ രാജ്യത്തൊരു ക്ഷാമം വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെ പറ്റിയാണ്. യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് പിടിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് പിടിച്ചെടുക്കാൻ ഒരു ഭരണാധികാരിയെ തന്നെ നിയമിക്കുന്നതിനെ പറ്റി കൽഹണൻ്റെ രാജതരംഗിണിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഹർഷൻ ക്ഷേത്രങ്ങൾക്ക് മേൽ വലിയ ആക്രമണം നടത്തുന്നു. കൽഹണൻ്റെ രാജതരംഗിണിയിൽ ഒരു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിന് ഒരു അധികാരിയെ തന്നെ നിയമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ് മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തെ ആക്രമിച്ചത് എന്ന ചരിത്രം കെട്ടിയുണ്ടാക്കുന്നത്. മുഹമ്മദ് ഗസ്നി ധാരാളം തവണ ഈ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു. അത് മുഴുവൻ ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു പരത്തുന്നത്. എന്തുകൊണ്ടാണ് സോമനാഥ ക്ഷേത്രത്തിന് മേൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത്? അത് ഹിന്ദുക്കളോടുള്ള വിരോധം കണ്ടാണ്? അല്ല, അതൊരു സമ്പത്തിൻ്റെ കേന്ദ്രമായിരുന്നത് കൊണ്ടാണ്. അത് രാഷ്ട്രീയമായി ഹിന്ദുക്കൾ ഇന്ന് പറയുന്ന രാജാക്കന്മാർ ചെയ്തിരുന്നതും ഈ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് സ്വത്ത് കീഴ്പ്പെടുത്തിയതിനെ പറ്റിയാണ്. അത് സ്വത്തിൻ്റെ രാഷ്ട്രീയവുമായും പിടിച്ചടക്കലിൻ്റെ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെ നടന്നിരുന്നത്. അത് ഇന്ന് പറയുന്ന ഹിന്ദു രാജാക്കന്മാരും അതാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർഷവർദ്ധനൻ. അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളുള്ള വിരോധം കൊണ്ടാണെങ്കിൽ ഒരു തവണ ക്ഷേത്രം ആക്രമിച്ചാൽ പോരെ, 7 തവണ ഇവിടെ വരേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായും സ്വത്താണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത്. അതേ സമയത്ത് തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോമനാഥ ക്ഷേത്രം ഒരിക്കലും ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നില്ല. അതിന് ബുദ്ധിസവുമായും അതിനു മുമ്പ് പലതരത്തിലുള്ള തദ്ദേശീയ ആരാധനകളുമായിട്ടാണ് അതിന് ബന്ധമുണ്ടായിരുന്നത്. അതിനെയാണ് ഹിന്ദു ക്ഷേത്രമായിട്ട് ഇന്ന് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മുമ്മ കഥയാണ് ഈ ടിപ്പുവിൻ്റെ ക്ഷേത്രധ്വംസനം. നാട്ടിൽ തകർന്നു കിടക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളും നശിപ്പിച്ചത് ടിപ്പു ആണെന്നാണ് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചത് ടിപ്പുവാണ്. പക്ഷേ ഹനുമാൻകൊണ്ട ക്ഷേത്രത്തിൽ വലിയ ദാനമാണ് അദ്ദേഹം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകമായ ദാനം നടത്തുന്നുണ്ട് ടിപ്പു സുൽത്താൻ. ഇങ്ങനെ ശങ്കരാചാര്യരെ ജഗദ്ഗുരു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ടിപ്പു അദ്ദേഹത്തിന് കത്തയക്കുന്നത്. അതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് തൻ്റെ സൈന്യത്തിൽ നിന്നും വേണ്ടത്ര പരിവാരങ്ങളെയും അദ്ദേഹത്തിന് തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് എല്ലാവിധ ഭക്ഷണത്തിനുള്ള സൗകര്യവും ഉൾപ്പെടെ ഈ ശങ്കരാചാര്യർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ടിപ്പു സുൽത്താൻ. ഇങ്ങനെ മതപരമായ കാര്യങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഈ ബ്രാഹ്മണ മതത്തിന് സഹായം ചെയ്ത ഒരാളാണ് ടിപ്പു സുൽത്താൻ. ഈ ക്ഷേത്രങ്ങൾക്ക് വലിയ ദാനം ചെയ്ത ആളാണ് ടിപ്പു സുൽത്താൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ദാനം നടത്തിയ ഒരാളാണ്.
അദ്ദേഹത്തെ പറ്റിയാണ് ഈ പറയുന്നത്, ക്ഷേത്രങ്ങൾ മുഴുവൻ ധ്വംസിച്ചു, ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു എന്നൊക്കെ പറയുന്നത്. അതിനേക്കാളും ഭീകരമായ ക്ഷേത്രാക്രമണം കേരളത്തിൽ മാർത്താണ്ഡവർമ്മ നടത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്ര ഗ്രന്ഥവരിയുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്ര ഗ്രന്ഥവരിയിൽ സൂചിപ്പിക്കുന്നത് ഈ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് മാർത്താണ്ഡവർമ്മ ക്ഷേത്രപ്രദേശങ്ങൾ കൈയടക്കിയതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് പാപം വന്നു. ക്ഷേത്രങ്ങൾ കീഴടക്കിയത് കൊണ്ട് വെട്ടും കൊത്തും കൊലപാതകവും നടത്തിയതിൻ്റെ ഫലമായിട്ട് പാപം വന്നു. ആ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനയെ സമർപ്പിച്ചത് എന്ന് ഏറ്റുമാനൂർ ഗ്രന്ഥവരിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പലതരം മാർത്താണ്ഡവർമ്മമാരുണ്ടല്ലോ, ഈ വർമ്മമാരുടെ ഒരു തുടർച്ചയാണല്ലോ. അപ്പോൾ അതിലൊരു അനിഴം തിരുനാൾ വർമ്മയെപ്പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഏറ്റുമാനൂർ ഗ്രന്ഥവരിയിൽ കാണുന്നതാണ്. ഇങ്ങനെ മതിലകം ഗ്രന്ഥവരി എടുത്താൽ എത്രയോ ക്ഷേത്രാക്രമണങ്ങളാണ് നടക്കുന്നത്. ഒരുപാട് ക്ഷേത്രാക്രമണം നടക്കുന്നുണ്ട്. തിരുവല്ല അതുപോലെ തിരുപ്പുലിയൂർ ഗ്രന്ഥവരി പറയുന്നത് ക്ഷേത്ര സോപാനത്തിന് മുമ്പിൽ തന്നെ അക്രമം നടക്കുന്നതിനെ പറ്റി, ഒരാളുടെ തല വെട്ടി വീഴ്ത്തി ചോര സോപാനത്തിൽ വീഴുന്നതായിട്ടുള്ള വർണ്ണന തിരുപ്പുലിയൂർ ഗ്രന്ഥവരി കാണാം. ഇതൊന്നും മുസ്ലിങ്ങൾ നടത്തിയ ആക്രമണമൊന്നുമല്ല, കേരളത്തിലെ ഫ്യൂഡൽ നാടുവാഴി വർഗം നടത്തിയ ആക്രമണങ്ങളാണിതെല്ലാം. അപ്പം ഇത്തരം ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്ലിം സുൽത്താൻമാരെ ഒരു ശത്രുവർഗമായി സ്ഥാപിച്ചെടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി വായിക്കേണ്ടതായിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ തന്നെ മുസ്ലിം സുൽത്താൻമാരെ രാവണന്മാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രതിഭാസം നടന്നു വരുന്നുണ്ട്. മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെടുന്ന ഒരു സാഹിത്യകൃതിയുണ്ട്, സാഹിത്യ ദർപ്പണം. അതിൽ പറയുന്നത് രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്, രാമനെ പോലെ ആയിരിക്കണം, രാവണനെ പോലെ ആകരുത് എന്നാണ് പറയുന്നത്. എന്താണ് രാമൻ ചെയ്ത നല്ല ഗുണങ്ങൾ? താടകയെ കൊന്നത്, ജാതി വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി തപസ് ചെയ്ത ശംഭുകനെ കൊന്നത്, മനുവിൻ്റെ ധർമ്മശാസ്ത്രം അനുസരിച്ച് ബാലിയെ കൊന്നത്, ചാതുർവർണ്ണ്യം സ്ഥാപിക്കാൻ വേണ്ടി എക്കാലവും പ്രവർത്തിച്ചത്, ഇതൊക്കെയാണ് രാമൻ്റെ നല്ല ഗുണങ്ങൾ. രാവണൻ എന്തായാലും അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പം രാമനെ പോലെ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചാതുർവർണ്ണ്യ സ്ഥാപനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മധ്യകാലഘട്ടത്തിൽ രചിക്കുന്ന 2 പ്രധാനപ്പെട്ട സംസ്കൃത കാവ്യങ്ങളുണ്ട്. അതിലൊന്ന് 12-ാം നൂറ്റാണ്ടിലെ ജയാനകൻ്റെ പൃഥ്വിരാജ വിജയവും മറ്റൊന്ന് ഗംഗാദേവിയുടെ മധുരാവിജയവും. ഈ പൃഥ്വിരാജ വിജയത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ രാമൻ്റെ അവതാരമാണെന്നാണ് പറയുന്നത്. എന്തിനാണ് അദ്ദേഹം രാമനായിട്ട് അവതരിച്ചത്? മുസ്ലിങ്ങളെ നശിപ്പിക്കാനാണെന്ന് ഈ സംസ്കൃത കാവ്യം എടുത്തു പറയുന്നു. തന്നെയല്ല, ഈ പൃഥ്വിരാജ ചൗഹാൻ്റെ എതിരാളികൾ ആരൊക്കെയാണ്? പൃഥ്വിരാജൻ്റെ എതിരാളികൾ മുസ്ലിം സുൽത്താൻമാരാണ്. ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ കമ്പര് രാമൻ്റെ അവതാരവും രാമൻ്റെ പ്രതിരൂപവും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള മുസ്ലിം സുൽത്താൻമാർ രാവണന്മാരുമാണ് എന്ന് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം എതിരാളികളായിട്ട് മുസ്ലിങ്ങളെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ വേര് കിടക്കുന്നത് ഇന്ത്യയിൽ ചാതുർവർണ്ണ്യത്തിലാണ്. അതിൻ്റെ വേര് കിടക്കുന്നത് ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയിലാണ് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ വേര് കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ തകരണമെങ്കിൽ ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥ തകർന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ തകരുകയുള്ളൂ. കാരണം മുസ്ലിം ജനവിഭാഗങ്ങളെ അസ്പൃശ്യരായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ചാതുർവർണ്ണ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ രചിക്കപ്പെടുന്ന കുഴിക്കാട്ട് പച്ച. കുഴിക്കാട്ട് പച്ചയുടെ 10-ാം പടലത്തിൽ അസ്പൃശ്യതയുള്ള തൊട്ടുകൂടായ്മയുള്ള ധാരാളം ജാതികളെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ വെള്ളക്കാരുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഇവരെല്ലാം അശുദ്ധരാണെന്നാണ് പറയുന്നത്, അസ്പൃശ്യരാണെന്ന്, തൊട്ടുകൂടാത്തവരാണെന്ന് തന്നെ ഈ ഗ്രന്ഥങ്ങൾ പൊതുവെ പറയുന്നു. പാഷണ്ഡർ എന്ന് പറയുന്നത് ഇത്തരം മുസ്ലിം മതവിശ്വാസികളെ പറ്റിയാണ് പാഷണ്ഡർ എന്ന് പറയുന്നത്. തുരുഷ്കർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെ ഈ മുസ്ലിം മതവിശ്വാസികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇന്ത്യയുടെ ഒരു ചാതുർവർണ്ണ്യ പാരമ്പര്യം അനുസരിച്ച് ഒരു എക്സ്ക്ലൂഷൻ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ മുസ്ലിം ജനവിഭാഗങ്ങളെയും മുസ്ലിം സുൽത്താൻമാരെയും ഒക്കെ തന്നെ നിരന്തരം അപരവൽക്കരിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിൽ അന്തർലീനമായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും പല വിധത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മധ്യകാലഘട്ടത്തിൽ ഈ മുസ്ലിം രാജാക്കന്മാരെയും സുൽത്താൻമാരെയും മുസ്ലിം ജനവിഭാഗങ്ങളെയും നശിപ്പിക്കാനായി പൃഥ്വിരാജന്മാരായും കമ്പരുമാരായും ഒക്കെ തന്നെ രാമൻ അവതരിച്ചു എന്ന് പറയുന്ന അതേ യുക്തിയിൽ
പുതിയ പ്രാണപ്രതിഷ്ഠയായി രാമൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആരാധനാലയം തകർക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം കൂടെ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഇന്ത്യയിലെ ദർഗകൾ തീർത്തും മുസ്ലിങ്ങളുടേത് മാത്രമാണോ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തദ്ദേശീയരായ ജനവിഭാഗങ്ങളുടെ ഒരു ആരാധനാ കേന്ദ്രം കൂടിയാണ് ഈ ഇന്ത്യയിലെ ദർഗകൾ. തീർച്ചയായും പള്ളികൾ ഈശ്വരൻ്റെ ആരാധനാ കേന്ദ്രങ്ങളായിരിക്കുമ്പോൾ ദർഗകൾക്ക് വേറൊരു സവിശേഷത കൂടിയുണ്ട്. ദർഗകൾ അത്ഭുത സിദ്ധി കൈവരിച്ച, മനുഷ്യർക്ക് സാന്ത്വനം നൽകിയിരുന്ന, മനുഷ്യർക്ക് ആശ്വാസം നൽകിയിരുന്ന മഹാത്മാക്കൾ മരിച്ച കബറിടങ്ങൾ കൂടിയാണ് ദർഗകൾ. അപ്പം ഡൽഹിയിലൊക്കെ പോയാൽ നമുക്കത് കാണാം, അത്തരം ദർഗകൾ. അവിടേക്ക് എല്ലാ ജനവിഭാഗങ്ങളും എത്തിച്ചേരുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. മറ്റു പല ജനവിഭാഗങ്ങളും, ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും മറ്റു പല ജനവിഭാഗങ്ങളും ഇത്തരം ദർഗകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഈ JCB കൊണ്ട് തകർക്കപ്പെടുന്നത്, ബുൾഡോസർ കൊണ്ട് തകർക്കപ്പെടുന്നത് തീർച്ചയായും ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ആരാധനാ വിശ്വാസ സ്ഥലി കൂടിയാണ്. അത് കേവലം മുസ്ലിം ജനവിഭാഗങ്ങളുടെ ദർഗകൾ നശിപ്പിക്കപ്പെടുക മാത്രമല്ല, ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും വിശ്വസിക്കുന്ന, അവരുകൂടി പോകുന്ന ആരാധനാ കേന്ദ്രം ഇല്ലാതാകുന്നു എന്നൊരു പ്രശ്നവും, ഇന്ത്യയുടെ രാഷ്ട്രീയ കുലദൈവമാക്കി രാമനെ മാറ്റുന്നു, ഇന്ത്യയുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രമാക്കി അയോധ്യയെ ചുരുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടി ഇതിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. അതുകൂടി കാണാൻ ഒറ്റ ആരാധനാ കേന്ദ്രവും ഒറ്റ വിശ്വാസ പാരമ്പര്യവും അല്ലല്ലോ ഉള്ളത്. കാളിയെ വിശ്വസിക്കുന്നവരുണ്ട്, കൂളിയെ വിശ്വസിക്കുന്നവരുണ്ട്, മർദയെ വിശ്വസിക്കുന്നവരുണ്ട്, മാടനെ വിശ്വസിക്കുന്നവരുണ്ട്, ഇതിനൊന്നും വിശ്വസിക്കാത്തവരുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിനൊരു ബഹുസ്വര പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ബഹുസ്വര പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ ശക്തികൾ ഇപ്പോൾ അക്രമാത്മകമായി ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് രാമനും രാമരാജ്യവും ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി വർത്തിച്ചത് എന്ന് നാം പരിശോധിക്കേണ്ട വിഷയമാണ്. അതിന് വാൽമീകി രാമായണത്തിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. വാൽമീകി രാമായണത്തിൽ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ചാതുർവർണ്ണ്യം അനുസരിച്ച് തിരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ശ്രേണീകൃതത്വമാണ് രാമരാജ്യം എന്ന് തന്നെ പറയുന്നുണ്ട്. ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് ക്ഷത്രാഹ വൈശ്യമനുവ്രതാഹ ശൂദ്രാഹ സ്ത്രീൻവർണ്ണാനുപചാരിണ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ ശ്രേണീകൃതമായി തരംതിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. രാമൻ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്? വാൽമീകി രാമായണം പരിശോധിക്കാം. ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമം, പശുവിൻ്റെയും ബ്രാഹ്മണരുടെയും ഹിതത്തിനായി ഞാനിതാ താടകയെ വധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ താടകയെ വധിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനാണ് ബാലിയെ വധിക്കുന്നത്? മനുവിൻ്റെ ധർമ്മശാസനമനുസരിച്ചാണ് ഞാൻ ബാലിയെ വധിക്കുന്നത് എന്ന് രാമൻ പറയുന്നു. ഗുഹൻ ധാരാളം ഫലമൂലാദികളുമായി രാമൻ്റെ സന്നിധിയിലേക്ക് എത്തി. വനവാസത്തിൻ്റെ സന്ദർഭത്തിൽ രാമനെ സ്വീകരിക്കാൻ രാമൻ ആദിവാസിയായ ഗുഹനിൽ നിന്ന് യാതൊരു അന്നപാനീയങ്ങളും സ്വീകരിച്ചില്ല. എന്താണ് കാരണം? തൻ്റെ ക്ഷത്രിയ വ്രതമനുസരിച്ച്, ക്ഷത്രിയ ധർമ്മമനുസരിച്ച് ഒരു ഐത്തജാതിക്കാരനാക്കപ്പെട്ട ഒരാളിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ പാടില്ല എന്ന യുക്തിയുള്ളത് കൊണ്ടാണ് ഗുഹനിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കാതിരുന്നത്. ശൂദ്രനായ ശംഭുകനെ വധിച്ചിരിക്കുന്നു. ഒരു ബ്രാഹ്മണ ബാലൻ അയോധ്യയിൽ നശിപ്പിക്കപ്പെട്ടു, മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിട്ട് രാമൻ അന്വേഷിച്ചു പോവുകയാണ്. എന്താണ് ആ മരണകാരണം? വസിഷ്ഠാദി ബ്രാഹ്മണന്മാരെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രാഹ്മണകുമാരന്മാർ മരണത്തിനിടയായത് എന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠാദി ബ്രാഹ്മണർ രാമനോട് പറഞ്ഞു, നമ്മുടെ ഈ 3 യുഗങ്ങളിലും ശൂദ്രന്മാർക്കോ മറ്റ് ഇതര ജാതികൾക്കോ സന്യസിപ്പാൻ അവകാശമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് ഏതോ ശൂദ്രൻ ഏതോ ദിക്കിൽ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ ബാലൻ മരിച്ചത്. എന്താണ് ഈ കഥയ്ക്കൊരർത്ഥമുണ്ട്. അതായത് ബ്രാഹ്മണരൊഴികെയുള്ള ആരെങ്കിലും വിജ്ഞാനമാർജിച്ചാൽ ബ്രാഹ്മണരെ നിസ്തേജന്മാരായി അധപ്പതിച്ചു പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇന്ത്യയിലെ ബഹുജനങ്ങളോ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളോ വിജ്ഞാനമാർജിക്കുന്നത് ബ്രാഹ്മണ്യം അതിൽ അസഹിഷ്ണുവാണെന്നുള്ളതാണ്. അപ്പോൾ തപസ് ചെയ്യുക എന്നുള്ളത് വിജ്ഞാനാർജനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ശൂദ്രനായ ശംഭുകൻ വിജ്ഞാനമാർജിക്കുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ബ്രാഹ്മണനാണ് ഈ ശൂദ്രനെ വധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയോധ്യ രാജധാനിയിലെത്തിയത്. അതിൻ്റെ മറ്റൊരു രൂപമല്ലേ ആധുനിക കാലത്ത് കാണുന്നത്. അതായത് ഈ പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയത്തെ എതിർക്കുന്നത് എങ്ങനെയാണ്? അയോധ്യയിൽ തൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ബ്രാഹ്മണർ. ശൂദ്രനായ ശംഭുകൻ എവിടെയോ തപസ് ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഒക്കെ പ്രാതിനിധ്യ ജനായത്വത്തിലൂടെ അധികാരമേറ്റിരിക്കുന്നു. അവരെ തകർക്കണം, അവരെ തകർത്ത് നിഷ്പ്രഭരാക്കണം
എന്നുള്ള യുക്തിയിലൂടെയാണ് ഈ സംവരണ അട്ടിമറി മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാമയുക്തിയാണ്, ഇത് രാമയുക്തി. ആ യുക്തിയുടെ പേര് രാമയുക്തി എന്ന, ശംഭൂകവധ യുക്തി അനുസരിച്ചാണ് സംവരണ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സംവരണ അട്ടിമറിയെ നമ്മൾ വിളിക്കേണ്ട പേര് ശംഭൂകവധ യുക്തി എന്നാണ്. ശംഭൂകവധ യുക്തി. അതായത് ഇന്ത്യയിലെ ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും വിജ്ഞാനമാർജിക്കാൻ പാടില്ല, അവർ അധികാരസ്ഥാനത്തെത്താൻ പാടില്ല, അവരുടെ തല ഛേദിച്ച് കളയണം, അവർ വൈജ്ഞാനികമായി ഉന്നതയിലെത്തുന്നത് തടയണം, അവർ അധികാരസ്ഥാനത്തിരിക്കുന്നത് വിലക്കണം, തടയണം. ഇനി ആരെങ്കിലും ഉയർന്നു വന്നാൽ തന്നെ അവരെ ബ്രാഹ്മണ്യത്തിൻ്റെ അടിമകളാക്കി മാറ്റണം, കേവലം ദാസ്യന്മാരാക്കി അവരെ നിലനിർത്തണം. ഈ യുക്തിയുടെ പേരാണ് ശംഭൂകവധ യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രാമൻ ശംഭുകൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? തൻ്റെ ജാതി ഏതാണെന്നാണ് ചോദിക്കുന്ന രാമൻ. സാധാരണ മനുഷ്യർ വേറൊരു മനുഷ്യരെ കണ്ടാൽ എന്താണ് ചോദിക്കുന്നത്? താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ എന്താണ് രാമൻ ചോദിക്കുന്നത്? കസ്യാം യോന്യാം ഏത് യോനിയിലാണ് താങ്കൾ പിറന്നത് എന്നാണ് ശൂദ്രനായ ശംഭുകനോട് ചോദിക്കുന്നത്. ശംഭുകൻ തൻ്റെ പേര് പോലും പറഞ്ഞില്ല. ശൂദ്രനാണ്, ശൂദ്രയോനിയിലാണ് പിറന്നത് എന്ന് പറഞ്ഞ മാത്രയിൽ ശംഭൂകൻ്റെ തല രാമൻ വെട്ടുകയാണ്. അത് കണ്ടിട്ട് ആളുകളെല്ലാം സന്തോഷിച്ചു. നല്ലത് നല്ലത്, ഭേഷ് ഭേഷ് ബലേ ഭേഷ് എന്ന് അഗ്നിയും യമനും എല്ലാം സാക്ഷ്യപ്പെടുത്തി. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് വാൽമീകി രാമായണത്തിലെ കഥ. അപ്പോൾ ഇങ്ങനെയുള്ള രാമനും രാമരാജ്യവും എങ്ങനെയാണ് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണെന്ന് പറയാൻ കഴിയുക? രാമനും സീതയും വനവാസ സന്ദർഭത്തിലേക്ക് പോവുകയാണ്. വനവാസത്തിന് പോകുന്നതിന് മുമ്പായിട്ട് രാമൻ കുറേ ആളുകൾക്ക് ദാനം കൊടുക്കുന്നുണ്ട്. ആ ദാനം എന്താണ്? സ്വർണ്ണാഭരണങ്ങളും പശുവും കുതിരയും ഒക്കെ ദാനം കൊടുക്കുകയാണ്. ആരെയാണ് ദാനത്തിന് വേണ്ടി രാമൻ വിളിച്ചു വരുത്തുന്നത്? ബ്രാഹ്മണരെയാണ്. കൗസല്യയോട് രാമൻ പറയുന്ന രംഗമുണ്ട് അയോധ്യാകാന്ഡത്തിൽ. ആ ബ്രാഹ്മണരെ ഇഞ്ഞ് വിളിക്കൂ, അവർക്ക് ദാനം കൊടുക്കട്ടെ എന്നാണ് രാമൻ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പാവപ്പെട്ട ദളിതനെയോ ഏതെങ്കിലും ശൂദ്രനെയോ വിളിച്ചിട്ടല്ല രാമൻ ദാനം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാൽമീകി രാമായണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും അതൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പമല്ല. ത്രൈവർണിക ഭരണകൂടമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ത്രൈവർണികർക്ക് മാത്രം അനുകൂലമായൊരു വ്യവസ്ഥയുടെ പേരാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ഇനി എഴുത്തച്ഛൻ്റെ രാമായണം പരിശോധിച്ചാലോ, രാമനെ ഇന്നിപ്പം പ്രാണപ്രതിഷ്ഠയെപ്പറ്റി പറയുന്നതാണ് എല്ലാവർക്കും പൂജിക്കാവുന്ന രാമനെന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഒരു എല്ലാവർക്കും പൂജിക്കുന്ന ഒരു രാമനൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടു. ഭൂമിയിൽ നീ ബ്രാഹ്മണനായിട്ട് ദ്വിജനായിട്ട് ജനിച്ചാൽ നിനക്ക് എന്നെ പൂജിക്കാം. അല്ലാതെ ഒരു മനുഷ്യർക്കും പൂജിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഇന്ത്യയിലെ പ്രാണപ്രതിഷ്ഠ ആരാണ് നടത്തിയത്? ബ്രാഹ്മണരല്ലേ. അല്ലാതെ പൂജ പഠിച്ച ഏതെങ്കിലും കർമ്മബ്രാഹ്മണനാണോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്? അതിൽ നിന്ന് തന്നെ ആശയം വ്യക്തമാണല്ലോ. ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരു ശങ്കരസ്വാമി പറഞ്ഞത്, ഒരു ശങ്കരപീഠത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞത്, നിർമ്മാണ പ്രക്രിയ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരൊറ്റ ശൂദ്രനെ പോലും ശ്രീകോവിലിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല, കാരണം ശ്രീകോവിൽ അശുദ്ധമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അയിത്തത്തിൻ്റെയും അശുദ്ധിയുടെയും ഇന്ത്യയിലെ അയിത്തത്തിൻ്റെയും അശുദ്ധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിരന്തരം പ്രവർത്തിക്കുകയും ഇന്ത്യയിലെ ബഹുജനങ്ങളെ അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ സ്ത്രീകളെ ഒക്കെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥയുടെ പേരാണ് രാമരാജ്യം, രാമസങ്കല്പം ഒക്കെ തന്നെ. അപ്പം ഇന്ത്യയെ നയിക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ? ഇന്ത്യയെ നയിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയെ മൂഷകനെ പോലെ ഹിന്ദുത്വം ചുരണ്ടി തിന്നുമ്പോൾ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇന്ത്യക്കാർക്ക് നൽകിയ ഭരണഘടനയാണ് നാം വീണ്ടെടുക്കേണ്ടത്, ഭരണഘടനയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ EWS ഉൾപ്പെടെയുള്ള ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടനയുടെ വിശാല ബോധ്യങ്ങളെ, സാമൂഹ്യനീതിയുടെ വിശാല ആശയങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ വിശാല പരിപ്രേക്ഷ്യത്തെ പറ്റിയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ആ ഭരണഘടന മാത്രമാണ് ഒരു ക്ഷേമരാഷ്ട്രത്തെ ഭാവന ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും. അപ്പോൾ അതിനെയാണ് നാം മുന്നോട്ടെടുക്കേണ്ടത്. അല്ലാതെ ഈ ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ ചരിത്രത്തിൽ രാമരാജ്യ സങ്കല്പങ്ങൾ ഒരു ക്ഷേമരാഷ്ട്രത്തെ പങ്കുവച്ചിട്ടില്ല. അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് താടകയെ കൊന്നു? എന്തുകൊണ്ട് ശംഭൂകനെ കൊന്നു? എന്തുകൊണ്ട് ബാലിയെ കൊന്നു? ഈ കൊല്ലലിൻ്റെയും കൊലപാതകത്തിൻ്റെ ഒരു നീണ്ട നിരയല്ലേ രാമരാജ്യത്തിൽ നമ്മൾ കാണുന്നത്? ആരെയെങ്കിലും രക്ഷിച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും പാവങ്ങളെ രക്ഷിച്ച ചരിത്രമുണ്ടോ? പാവങ്ങൾക്ക് ദാനം കൊടുത്തൊരു ചരിത്രം നമുക്ക് രാമൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ ഹിംസയുടെ ഒരു ചരിത്രമാണ് നാം ഇവിടെ എല്ലാം കാണുന്നത്. അതുകൊണ്ട് നാരായണ ഗുരു എഴുതി, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്ന്. ഹിന്ദുത്വത്തിൻ്റെ രാമനിൽ നിന്ന് രാമനെ മോചിപ്പിച്ച് വിമോചനാത്മകമായൊരു രാമനെ കൊണ്ട് ഹിന്ദുത്വത്തെ നേരിടാമെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിന് വെള്ളവും വളവും കോരുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ. സത്യത്തിൽ അവരെ ജനാധിപത്യ വിശ്വാസികളെന്നല്ല പറയേണ്ടത്. അവർ അസൽ ഫാസിസ്റ്റ് വിശ്വാസികളാണ്. ഫാസിസത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ഗാന്ധിയുടെ രാമനെ പറ്റി പറയുന്നു. ഗാന്ധി എന്താണ് പറഞ്ഞത്? എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണെന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ആ രാമനാണ് വാൽമീകിയുടെ രാമൻ എന്നും പറയുന്നു. പക്ഷേ ഗാന്ധി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല എന്ന്? ഗാന്ധി പറയുന്നു എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഗാന്ധി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല എന്ന്? പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പം വാൽമീകിയുടെ രാമനെക്കുറിച്ച് തന്നെയാണ് ഗാന്ധി പറയുന്നത്. ആ രാമൻ തന്നെയാണ് താടകയെ വധിച്ചത്, ശംഭൂകനെ വധിച്ചത്, ബാലിയെ വധിച്ചത്, ചാതുവർണ്ണ്യം സ്ഥാപിക്കാൻ വേണ്ടി നിലയുറപ്പിച്ച് നിന്നത്, ഗുഹനിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാതിരുന്നത്, ഇതെല്ലാം തന്നെ ഈ രാമനാണ്. അപ്പം ഗാന്ധിയുടെ രാമനിൽ നിന്ന് വാൽമീകിയുടെ രാമനോ മറ്റ് ജനഹൃദയങ്ങളിലുള്ള വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ രാമനിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ല. തന്നെ നമ്മളിതിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി ഗാന്ധി സ്വാതന്ത്ര്യസമര നായകനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഒരു മഹാ തേജസ്സായിട്ട് വർത്തിക്കുമ്പോഴും അദ്ദേഹം അടിസ്ഥാനപരമായി വർണ്ണാശ്രമ വിശ്വാസിയായിരുന്നു. 37 അദ്ദേഹം കാസ്റ്റ് ഹാസ് ടു ഗോ എന്ന് പറയുന്ന പ്രബന്ധം എഴുതുന്നുണ്ട് ഗാന്ധി. അതിൽ ആ പ്രബന്ധത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഗാന്ധി പറയുന്നത് എന്താണ്? ഞാൻ വർണ്ണാശ്രമത്തിൽ അതിശക്തമായി വിശ്വസിക്കുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. അദ്ദേഹം പിന്നീട് ശിവഗിരിയിൽ വന്നൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് നാരായണ ഗുരു സമാധി അടഞ്ഞതിന് ശേഷം. അപ്പോൾ എന്താണ് ഗാന്ധി പറയുന്നത്? വർണ്ണാശ്രമം ഒരു സാമ്പത്തിക നിയമമാണെന്നാണ് ശിവഗിരിയിൽ വന്ന് പ്രസംഗിച്ചത്. വർണ്ണാശ്രമ ജാതി വ്യവസ്ഥ നല്ലതാണെന്ന് അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിലും ശിവഗിരിയിലും അതുപോലെ കൂർക്കഞ്ചേരിയിലെ തീയന്മാരുടെ സമ്മേളനത്തിലുമൊക്കെ തുടർച്ചയായിട്ട് പ്രസംഗിച്ചു. 1936 ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? ഗാന്ധിയാണ് രംഗത്ത് വന്നത്. ഗാന്ധി അംബേദ്കറിനെതിരെ രംഗത്ത് വന്നു. ഡോക്ടർ BR അംബേദ്കർക്ക് ഹിന്ദുക്കളോട് ശത്രുതയാണെന്നാണ് പറഞ്ഞത്. വൈക്കത്തെ സത്യാഗ്രഹത്തിൽ ഇടപെടുന്ന സമയത്ത് തന്നെ ഗാന്ധി പറയുന്നത് എനിക്ക് ഹിന്ദു മതത്തെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. പ്രാതിനിധ്യ ജനാധിപത്യത്തിനെതിരായി വട്ടമേശ സമ്മേളനാനന്തരം നിരാഹാര സമരം ഇരുന്ന ഗാന്ധി ദളിത ജനവിഭാഗങ്ങളുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആശയത്തിന് തന്നെ സമ്പൂർണ്ണമായിട്ട് എതിരായിരുന്നു. ഗാന്ധി അതിനെതിരായിരുന്നത് കൊണ്ട് ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഡോക്ടർ BR അംബേദ്കർ ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഒരു ആശയം പിന്നീട് തിരികെ വരികയുണ്ടായില്ല. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആശയം ഇന്നും ദളിതർ അതിൻ്റെ എല്ലാവിധ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഗാന്ധിയുടെ രാമനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആത്യന്തികമായി ഈ രാമന്മാരെല്ലാം ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാമന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ജഗദാനന്ദകാരകനായ രാമനെന്ന് പറയുന്നു, ഗാന്ധിയുടെ രാമനെന്ന് പറയുന്നു, വാൽമീകിയുടെ രാമനെന്ന് പറയുന്നു. ഈ രാമന്മാരെല്ലാം അടിസ്ഥാനപരമായി ഒറ്റ രാമനേ ഉള്ളൂ. നിങ്ങളിത് സാധാരണ വിശ്വാസികളോടാണ് ഇത് സംസാരിക്കുന്നതെന്ന് ഉള്ള കാര്യം കൂടെ ഓർക്കണം. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒറ്റ രാമനേ ഉള്ളൂ. നമ്മൾ ഏതൊക്കെ കാര്യം പറഞ്ഞാലും അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന രാമനെ പറ്റി അവർക്കറിയൂ. അവർ മനസ്സിൽ കാണുന്ന രാമന് പൂണൂലുണ്ട്. നമ്മൾ പ്രബന്ധം എഴുതുന്ന രാമനല്ല വിശ്വാസികളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളോട് തുറന്ന് പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രാമനിൽ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിൽ ഈ രാമനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് തുറന്നു പറയുന്നതിന് പകരം കാപട്യപൂർണമായിട്ട് ഹിന്ദുത്വത്തിന് അനുകൂലമായ ആഖ്യാനം രചിക്കുകയാണ് സത്യത്തിൽ ഈ പുരോഗമന ബുദ്ധിജീവികൾ ചെയ്യുന്നത്. ആത്യന്തികമായി ഇത് ഹിന്ദുത്വത്തിന് അനുകൂലമായൊരു ആഖ്യാനമായി മാത്രമേ മാറിത്തീരുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്നെയല്ല, ഇന്ത്യയിൽ ഇതിനെതിരായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. 1956 ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്നുള്ളതാണ്. നാരായണ ഗുരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്ന്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു,
മദൻ മോഹൻ മാളവ്യ പറഞ്ഞു, നിങ്ങൾ രാമനാമം ജപിക്കണമെന്ന്. സഹോദരൻ അയ്യപ്പൻ എന്താണ് ചെയ്തത്? രാവണാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു പാരമ്പര്യം, കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യം രാമബിംബങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും രാമപാരമ്പര്യത്തെ കൈയൊഴിഞ്ഞുകൊണ്ടുമാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് നാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഡോക്ടർ BR അംബേദ്കറുടെയും ബലിരാജ്യം വരണമെന്ന് പറഞ്ഞ മഹാത്മാ ഫൂലെയുടെയും വിമോചനാത്മക വഴികളെയാണ് നാം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഈ പല രാമന്മാരുണ്ട്, അതുകൊണ്ട് നമുക്ക് വിമോചനാത്മകമായ രാമനെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് പറയുന്നതിലൂടെ ആത്യന്തികമായ ഹിന്ദുത്വ ഫാസിസം വളരത്തു മാത്രമേ ഉള്ളൂ, ജനാധിപത്യം അതിലൂടെ തളരുകയുള്ളൂ. അപ്പോൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഡോക്ടർ BR അംബേദ്കറുടെയും വിമർശപന്താവുകളെ കൂടുതൽ വികസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്.